ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അബ്ദുൾ റാഷിദ് ഫ്രം മോട്ടിസ് അക്കാഡമി ചെറുപ്പശ്ശേരി. അങ്ങനെ നമ്മളെന്താണ് നാവ് ബാറിൻ്റെ CSSൻ്റെ മാരത്തോൺ ക്ലാസ് നമ്മളെന്താണ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ കുറച്ച് സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഞാൻ എന്താണ് ഈ ULൻ്റെ ഈ ഒരു ബുള്ളറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇതിൻ്റെ സ്പേസിനൊക്കെ റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ആ ക്ലാസ്സിന് ഞാനൊരു പേര് കൊടുക്കണം. എന്താണ്, ടോപ്പ് നാവ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം കൊടുത്തു. ഇനി എന്താണ്, ആ ടോപ്പ് നാവ് ഒരു ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു നാവിഗേഷൻ ബാറിനെ ഇവിടെ ആക്സസ് ചെയ്യാണ്. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ CSSന് നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ style.css എന്ന് പറഞ്ഞിട്ടൊരു CSSനെ നമ്മൾ എവിടെ ഇട്ടിട്ടുണ്ട്, നമ്മളുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു CSSന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു HTML ഫയലിലേക്ക് ലിങ്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, റിലേഷൻ എന്ത് പറഞ്ഞു, സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്, അതിൻ്റെ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ഞാൻ എന്ത് കൊടുത്തു, അതിൻ്റെ പേര് കൊടുത്തു style.css എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അതിനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്കെന്താണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മളുടെ style.css എവിടേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പെയിൻ ഇവിടെ എന്ത് ചെയ്യണം, ഒരു സെൽഫ് ക്ലോസിംഗ് ആണ്. സെൽഫ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ടാഗിനെ ക്ലോസ് ചെയ്തിട്ടില്ല. ആ ടാഗിനെ ബൈ മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ക്ലോസിങ് വരാണ്ട് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ എറർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഓക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിനെ കുറച്ച് വലുതാക്കി ഇങ്ങനെ നോക്കാം. ഓക്കെ, സോ വിസിബിൾ ആണെന്ന് വിചാരിക്കണം. ഇനി ഈ ടോപ്പ് നാവിനെ നമ്മളിവിടെ കൊടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ നമ്മളുടെ സ്റ്റൈൽ എന്ന CSSലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോപ്പ് നാവിനെ വിളിച്ചു. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്ക് നമ്മളുടെ സ്റ്റൈൽ ഷീറ്റ് എവിടെ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി എന്താണ്, നമ്മളുടെ ഫസ്റ്റ് നാവിഗേഷൻ്റെ ഫസ്റ്റ് CSS എഴുതണം. അതിൻ്റെ മുന്നേ നമ്മളെന്താണ്, ULൻ്റെ ഉള്ളിലുള്ള ടോപ്പ് നാവിഗേഷൻ, ULൻ്റെ ഉള്ളിലുള്ള ക്ലാസ് ടോപ്പ് നാവ് ക്ലാസ് എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, ഒരു ULും കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ലിസ്റ്റ് ടൈപ്പ് ഞാൻ എന്ത് പറഞ്ഞു, ലിസ്റ്റ് ടൈപ്പ് ഡിഫോൾട്ട് ഡിസ്ക്കാണ് വരിക. ഞാനിവിടെ എന്ത് കൊടുത്തു, നൺ എന്ന് പറഞ്ഞു. നൺ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിൻ്റെ ആ ലിസ്റ്റ് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി എന്താണ്, ഞാൻ അതിൻ്റെ മാർജിൻ എന്ത് പറഞ്ഞു, മാർജിൻ 0 ആണെന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്തു, അതിൻ്റെ മാർജിൻ 0 ആക്കി. ഇനി എന്താണ്, പാഡിങ് നമുക്ക് എന്താണ് 0 ആക്കണം. പാഡിങ് 0 ആക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ റിമൂവ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർഫ്ലോ നമ്മൾ എന്താക്കി വെക്കണം, ഹിഡൻ ആക്കി വെക്കണം. സോ ഞാൻ എന്ത് പറഞ്ഞു, ഓവർഫ്ലോ ഹിഡൻ എന്ന് പറഞ്ഞു കൊടുത്തു. എന്തിനാണ് ഓവർഫ്ലോ ഹിഡൻ ആക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താണ്, വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി എന്താണ്, ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ എന്താണ്, ഒരു ഗ്രേ കളർ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് എന്താണ്, ആ നാവിഗേഷൻ ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്തു, ഇത്തരത്തിൽ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഈ ലൈൻ ബൈ ലൈനായിട്ട് കിടക്കുന്ന ഈ ലിസ്റ്റ് ഐറ്റത്തിനെ നമുക്ക് എന്താണ്, ഹോറിസോണ്ടലി നമുക്ക് എന്താണ്, ഒറ്റ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓപ്ഷൻ, ULൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പ് നാവിഗേഷൻ്റെ ഉള്ളിലുള്ള ലിസ്റ്റ് ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലോട്ട് ലെഫ്റ്റ് ആക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഫ്ലോട്ട് ലെഫ്റ്റ് ആക്കണം എന്ന് പറഞ്ഞു. ഫ്ലോട്ട് ലെഫ്റ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു ലിസ്റ്റ് ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു, 1 ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി എന്താണ്, നമ്മളുടെ ലിങ്കിനൊക്കെ നമുക്ക് എന്താണ്, ഡിഫോൾട്ടായിട്ട് ഒരു സ്റ്റൈല്, ഡിഫോൾട്ടായിട്ട് ഒരു ഡെക്കറേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സോ ഞാൻ എന്ത് പറയാണ്, ULൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പ് നാവിഗേഷൻ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഉള്ളിൽ വരുന്ന ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ആങ്കർ ടാഗിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച്
മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുണ്ട്. സോ ഞാൻ എന്ത് പറയാണ്, ഇവിടെ നമ്മളെന്താണ് ഫസ്റ്റത്തെ ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, കളറ് എന്ത് വേണമെന്ന് പറഞ്ഞു, വൈറ്റ് എന്ന് വേണമെന്ന് പറഞ്ഞു. സോ നമുക്കെന്താണ് ആ എയുടെ ആ ആങ്കർ ടാഗിൻ്റെ കളർ നമുക്കെന്താണ് വൈറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിബിൾ ആയിട്ടുണ്ട്. ഇനി എന്താണ് അതിന് അണ്ടർലൈൻ ഉണ്ടല്ലേ. സോ നമുക്കെന്താണ് ഒരു ടെക്സ്റ്റ് ഡെക്കറേഷൻ ഞാൻ എന്ത് കൊടുത്തു, ഇവിടെ നണ്ണ് കൊടുത്തു. ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുക്കുമ്പോൾ ആ ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും അണ്ടർലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് അലൈൻ. ഈ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കെന്താണ് നമുക്ക് ഇത് 1 by 1 ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പം നിങ്ങളെന്താണ് ഇത്തരത്തിൽ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുക. ഇനി എന്താണ് ഡിസ്പ്ലേ ബ്ലോക്ക്. എന്തിനാണ് ഈ ഡിസ്പ്ലേ ബ്ലോക്ക് എന്നുള്ളതും ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് മീഡിയ ക്വറിയിൽ വരുമ്പോൾ ഈ ഡിസ്പ്ലേ ബ്ലോക്കിനെ ഞാനിപ്പോൾ ഇവിടെ നണ്ണാക്കി വിചാരിച്ചു. നണ്ണാക്കുമ്പോൾ ഈ ഡിസ്പ്ലേ ബ്ലോക്കിനെ ഞാനിപ്പോൾ നണ്ണാക്കുമ്പോൾ അത് വിസിബിൾ അല്ല. സോ ഡിസ്പ്ലേ ബ്ലോക്കിനെ നമ്മൾ എന്തിനാണ് ഡിസ്പ്ലേ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് മീഡിയ ക്വറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി എന്താണ് നമുക്കതിൻ്റെ പാഡിങ് അല്ലേ. പാഡിങ് നമുക്കെന്താണ് ടോപ്പിലും ബോട്ടത്തിലും ഒരു 14 പിക്സൽ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. ടോപ്പിലും ബോട്ടത്തിലും 14 പിക്സൽ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ് ലെഫ്റ്റും റൈറ്റും ഞാൻ എന്താണ് ഒരു 16 പിക്സൽ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കെന്താണ് 16 പിക്സൽ നമുക്കെന്താണ് വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് ഈ സെർച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ റൈറ്റിലേക്ക് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഈ ഒരു ലിസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഈ സെർച്ച്, ഇതിനൊരു ക്ലാസ്സും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. എന്താണ് ആ ക്ലാസ്, ഇവിടെ ഞാൻ പറയുകയാണ് ക്ലാസ് ഈക്വൽ ടു ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. GST റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ ഒരു CSS നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് UL-ലുള്ള ടോപ്പ് നാവിഗേഷൻ എന്ന ക്ലാസ് ആയിട്ടുള്ള ആ ഒരു എലമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ലിസ്റ്റ് ഐറ്റത്തിൻ്റെ റൈറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലോട്ട് റൈറ്റ് ആക്കണം എന്ന് പറയണം. സോ നമുക്ക് എന്ത് ചെയ്തു, നമ്മളുടെ സെർച്ചിന് നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് അലൈൻ ചെയ്തു. ഇനി നമുക്കെന്താണ് നേരത്തെ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മളെന്താണ് ഈ ഹോം എന്ന് പറയുന്ന ഈ ഒരു ടാബിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്കിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളറിൽ നമുക്ക് എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ എയുടെ ആ ഹോമിൻ്റെ എയുടെ ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്യാണ്, ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൊടുത്തു. ഇനി നമുക്കെന്താണ് ആ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ കൊടുക്കണം. ഞാൻ എന്ത് പറയാണ്, UL-ലുള്ള ടോപ്പ് നാവിഗേഷൻ എന്ന ക്ലാസ്സിലുള്ള ലിസ്റ്റ് ഐറ്റത്തിലുള്ള ഏഴ് ആക്റ്റീവായ ക്ലാസ്സായിട്ട് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ എന്താക്കി, ഗ്രീൻ കളറാക്കി. സോ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഗ്രീൻ കളർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് അതിൽ ഹവർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹവറിങ് എഫക്റ്റ് കിട്ടണം. ഇതിൽ നമ്മൾ ഹവർ ചെയ്യുമ്പോൾ നമുക്കെന്താണ് അതിനൊരു ബ്ലാക്ക് കളർ ആക്കണം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തു, എന്താണ് UL-ലുള്ള ടോപ്പ് നാവിഗേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഐറ്റത്തിലുള്ള എയിൽ ഹവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തെന്ന് പറഞ്ഞു, ഒരു ഡാർക്ക് കളറാണെന്ന് പറഞ്ഞു കൊടുത്തു. സോ നമുക്കെന്താണ് ഇപ്പോൾ നമ്മളെന്താണ് അതിൽ ഹവർ ചെയ്യുമ്പോൾ ഓരോന്നിൽ ഹവർ ചെയ്യുമ്പോഴും നമുക്കെന്താണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്കെന്താണ് ഈ ആക്റ്റീവിൽ മാത്രം നമ്മളെന്താണ് ഹവർ ചെയ്യുമ്പോൾ നമുക്കെന്താണ് ആ ഹവറിൻ്റെ സ്റ്റൈല് മാറണ്ട എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. എയുടെ ഹവറിൽ എന്താണ് നോട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം എന്ത്, ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ്സിന് മാത്രം എന്ത് വേണ്ട, ഈ ഹവർ എഫക്റ്റ് വരണ്ട. ബാക്കിയുള്ള കംപ്ലീറ്റ് എയുടെ ഹവറിനും എന്ത് ചെയ്യണം, ആ ഒരു ഹവർ എഫക്റ്റ് വരണം എന്ന് പറഞ്ഞു. സോ നമ്മളെന്താണ് ഓരോന്നിൽ നമ്മൾ ഹവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ്സിന് മാത്രം എന്തില്ല, ആ ഒരു ഹവർ എഫക്റ്റ് വന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെയാണ് ഈ ആക്റ്റീവ് അല്ലേ.
ഇതിന് മാത്രം എന്ത് വന്നില്ല, അവർ എഫക്റ്റ് വന്നില്ല. ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എഫക്റ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ കണ്ട എക്സാമ്പിളിൽ നമുക്കുള്ളത് എന്താണ്, ഒരു സെർച്ച് ഐക്കണാണ് ഉള്ളത് അല്ലേ. ആ സെർച്ച് ഐക്കൺ എങ്ങനെ നമുക്ക്, ഇപ്പോൾ ഞാൻ ഇതിനെ ക്ലോസ് ചെയ്തു, ആ സെർച്ച് ഐക്കണിനെ നമുക്ക് എങ്ങനെ നമ്മളുടെ ഈ ഒരു ടാസ്ക് ബാറിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, നാവ് ബാറിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ സെർച്ചിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ സെർച്ചിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡിവിഷനെ കൂടി ഞാൻ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ആ ഡിവിഷന് ഞാനൊരു ക്ലാസ് കൊടുത്തു. എന്താണ് ആ ക്ലാസ്, കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൊടുത്തു. ആ കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ നമുക്കെന്താണ്, ഒരു ഇൻപുട്ട് ബോക്സ് വേണം, അതുപോലെ തന്നെ ഒരു ബട്ടൺ വേണം, സെർച്ചിനുള്ളൊരു ബട്ടൺ വേണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ബട്ടണിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻസേർട്ട് ചെയ്തു. എങ്ങനെയാണ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യുക, ഇവിടെ എന്താണ്, നമ്മളൊരു ബട്ടൺ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ്, എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമുക്കെന്താണ് ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഒരു സെർച്ച് ഐക്കണാണ് വേണ്ടതില്ലേ. ഈ സെർച്ച് ഐക്കൺ എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, നമ്മളുടെ W3 സ്കൂളിൽ w3.css എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് ഐക്കണെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടാബിൽ വരിക. എന്നിട്ട് എന്താണ്, ട്രൈ യുവർ സെൽഫ് എന്ന് കൊടുക്കുക. ട്രൈ യുവർ സെൽഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഈ ഒരു ലിങ്കിനെ, ഈ ഒരു 2 ലിങ്കിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ്, നമ്മളുടെ ഹെഡിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ പേസ്റ്റ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു, അതിനെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് അതിൻ്റെ സെർച്ച് ബാർ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഫ് എ സെർച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റും. ആ എഫ് എ സെർച്ചിനെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് എവിടെയാണ് നമുക്ക് ആ സെർച്ചിൻ്റെ ഐക്കൺ വരേണ്ടത് അവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സെർച്ചിനെ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു, ആ ഒരു ക്ലാസ്സിൽ ഇൻസേർട്ട് ചെയ്തു. സോ നമുക്ക് എന്താണ്, ഇത്തരത്തിലുള്ള ഒരു സെർച്ച് ബാർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർച്ച് ഐക്കണെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, ഇതിൽ തന്നെ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് വേണമല്ലേ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു ഇൻപുട്ട് ബോക്സ് വരികയും വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻപുട്ട് ബോക്സ് നമുക്ക് എന്താണ്, ഇൻവിസിബിൾ ആവുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു സെർച്ച് ബോക്സ് വന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർച്ച് ബോക്സിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ നമ്മളെന്താണ്, ഇൻപുട്ട് ടൈപ്പ്, ഇൻപുട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇൻസേർട്ട് ചെയ്തു. ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു, അതിൻ്റെ ടൈപ്പ് എന്താണ്, സെർച്ച് എന്ന് പറഞ്ഞു കൊടുത്തു. സോറി, ടൈപ്പ് ഈക്വൽ ടു എന്താണ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു സെർച്ച് ബാർ നമുക്ക് എന്ത് ചെയ്തു, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി അല്ലേ. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് എടുത്ത് ഇടുക. ഇനി നമുക്ക് എന്താണ്, അതിനൊരു ഡിഫോൾട്ടായിട്ട് ഒരു പ്ലേസ് ഹോൾഡർ വേണം അല്ലേ. എന്തിനാണ് അത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ എന്ത് പറഞ്ഞു, ഇവിടെ ഒരു പ്ലേസ് ഹോൾഡർ വേണമെന്ന് പറഞ്ഞു. പ്ലേസ് ഹോൾഡർ, എന്നിട്ട് എന്ത് പറഞ്ഞു, ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ഡോട്ട് ഇട്ടു. അപ്പോൾ എന്തിനാണ് ഇത് എന്നുള്ള, ഈ സെർച്ച് ബാർ എന്തിനാണ് എന്നുള്ള ഒരു ഫൈൻഡ് ചെയ്യാനാണെന്നുള്ളത് നമ്മളെന്താണ്, യൂസർക്ക് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, CSS കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്, വീണ്ടും ഇതിനെ ഒരു ക്ലാസ് കൊടുത്തു. ക്ലാസ്സിൽ ഞാൻ എന്ത് പറഞ്ഞു, അതിനെ ഫൈൻഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് എന്താണ്, ബട്ടണിൽ കുറച്ച് CSSഉം കുറച്ച് ജാവാസ്ക്രിപ്റ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ക്ലാസ് BTN എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഈ ഒരു CSSന് വേണ്ടിയിട്ട്, ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും. ഇനി നമുക്ക് എന്താണ്, നേരെ അതിൻ്റെ CSSലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെന്താണ്, ഇവിടെ അതിൻ്റെ CSSനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ്, അതിൻ്റെ HTML ഉണ്ട്. സോ നമുക്കെന്താണ്, ഈ ഒരു ഐക്കണും ഈ ഒരു ടെക്സ്റ്റ് ബോക്സും, സോ ഈ ഒരു സെർച്ച് ബോക്സും ഈ ഒരു ടെക്സ്റ്റ് ബോക്സും ഈ ഡിവിഷൻ കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഒരു മെയിൻ ഡിവിഷൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും നമുക്കെന്താണ് ഒരു ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കെന്താണ്, ഫസ്റ്റ് ഈ കണ്ടെയ്നറിനെ യൂസ് ചെയ്യുക. ഈ കണ്ടെയ്നറിന് ഞാൻ എന്ത് പറയാണ്, ഒരു ക്ലാസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. ഒരു ക്ലാസ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്, ഡോട്ട് കണ്ടെയ്നറിനെ ഞാൻ എന്ത് പറയുകയാണ്, അതിൻ്റെ പൊസിഷൻ എന്ത് പറഞ്ഞു, റിലേറ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പൊസിഷൻ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇതിനെ ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം ഈ രണ്ട്
എലമെൻറ്റിൻ്റെയും ഈ രണ്ട് ടാഗിൻ്റെയും പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ആബ്സല്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ആബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ആബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ ആ പൊസിഷൻ ഇൻസേർട്ട് ആകുന്നത്. സോ ഇനി നമുക്ക് എന്താണ് കണ്ടെയ്നർ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഫൈൻഡിന് നമ്മളെന്താണ് കുറച്ച് CSS കൊടുക്കണം. എന്തെല്ലാം കൊടുക്കാനുണ്ട് നമുക്ക്, ഞാനെന്താണ് കണ്ടെയ്നർ ഫൈൻഡിന് ഞാനെന്താണ് കുറച്ച് CSS കൊടുക്കുകയാണ്. ആ കണ്ടെയ്നർ ഫൈൻഡിൽ ഞാനെന്താണ് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റും വിഡ്ത്തും നമ്മൾ എന്ത് ചെയ്തു അതിന് കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ 35 പിക്സൽ എന്ന് പറഞ്ഞു, ഹൈറ്റ് 35 പിക്സൽ എന്ന് പറഞ്ഞു. ഇന്ന് എന്ത് ചെയ്തു, വിഡ്ത്ത് നമുക്ക് വേണ്ട, ഇവിടെ അതിൻ്റെ പാഡിങ്ങിന് ഞാൻ എന്ത് ചെയ്യാണ് കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. എന്താണ് പാഡിങ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ടോപ്പും ബോട്ടം നമുക്ക് എന്താണ് 0 ആണെന്ന് പറഞ്ഞു, 0 പിക്സൽ വേണമെന്ന് പറഞ്ഞു. ഇനി ലെഫ്റ്റും റൈറ്റും ഞാൻ എന്ത് പറഞ്ഞു, ഒരു 8 പിക്സൽ വേണമെന്ന് പറഞ്ഞു. ലെഫ്റ്റ് റൈറ്റ് ഞാൻ എന്ത് പറഞ്ഞു, ഒരു 8 പിക്സൽ ഇട്ട് കൊടുത്തു. സോ നമുക്ക് എന്താണ് ലെഫ്റ്റ് റൈറ്റും 8 പിക്സലും ടോപ്പും ബോട്ടം എന്ത് പറഞ്ഞു 0 പിക്സലും ആണെന്ന് പറഞ്ഞു. വിഡ്ത്തിന് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്തിനെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, വിഡ്ത്തിനെ നമുക്ക് എന്താണ് ഫസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു 50 പിക്സൽ മതി, ഒരു 50 പിക്സൽ മതി. സോ ഞാൻ എന്ത് ചെയ്തു, വിഡ്ത്തിന് ഒരു 50 പിക്സൽ ആക്കിയിട്ടുണ്ട്. ഇനി ഈ സെയിം ഈ 50 പിക്സലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടണിനെ നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരേണ്ടതുണ്ട്. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബട്ടൻ്റെ അടിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് ബോക്സിനെ വരുത്താൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ നമുക്ക് എന്താണ് വിഡ്ത്ത് 50 പിക്സൽ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൂടി അതിൻ്റെ വിഡ്ത്ത് നമ്മളെന്താണ് 3 സെക്കൻഡ് ഈസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു അനിമേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നൊരു 3 സെക്കൻഡ് ഈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു വിഡ്ത്തിൻ്റെ ഒരു അനിമേഷൻ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഇവിടെ കൊടുത്ത് വെക്കുകയാണ്. അതിനുശേഷം എന്താണ് നമ്മളുടെ BTN ബട്ടണിന് നമുക്ക് എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു. ഒരു ഗ്രേ കളർ വേണമെന്ന് പറഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ, ആ ബോർഡറിനെ ഞാൻ എന്ത് ചെയ്യാണ്, നണ്ണാക്കി കൊടുത്തു, ബോർഡർ 0 ആക്കി കൊടുത്തു. സോ അതിൻ്റെ ബോർഡർ പോയി. ഇനി നമുക്ക് എന്താണ് ആ ഒരു ബട്ടൻ്റെ ഫോണ്ട് സൈസിനെ ഞാൻ ഒന്ന് എൻലാർജ് ചെയ്യാണ്. ഫോണ്ട് സൈസിന് ഞാനൊരു 25 പിക്സൽ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയില്ലേ. ഇനി ഞാനിവിടെ പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കുകയാണ്. പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ എന്തിൻ്റെ പൊസിഷനാണ് ആബ്സല്യൂട്ട് കൊടുക്കുന്നത്, നമ്മളെ കണ്ടെയ്നറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക. അതുകൊണ്ട രണ്ടും എന്ത് ചെയ്തു, സെയിം ആ കണ്ടെയ്നറിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തു വെച്ച് തന്നു. ഇനി എന്താണ് ഇതിൻ്റെ ലെഫ്റ്റും ടോപ്പും ഞാൻ 0 കൊടുക്കുകയാണ്. ലെഫ്റ്റും ടോപ്പും 0 കൊടുക്കുമ്പോൾ എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിൽ വന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, അതിനെ കാണാൻ വേണ്ടി പറ്റി. നമുക്കിനി അടുത്ത് എന്താണ് അതിനൊരു ഹൈറ്റും വിഡ്ത്തും നമുക്ക് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സ് നമ്മളെന്താണ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഹൈറ്റും വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്തു, ഹൈറ്റ് ഒരു 35 പിക്സൽ കൊടുത്തു, വിഡ്ത്ത് ഒരു 50 പിക്സലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അതിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുക്കണം. എന്തിനാണ് ആ ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുക്കുന്നത്, നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ റൈറ്റിലേക്ക്, അതായത് ഈ ബട്ടനെ നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് ഒരു ട്രാൻസിഷൻ എഫക്റ്റ്, സെയിം ട്രാൻസ്ഫോം എന്താവണം, ഇവിടെ നമ്മൾ വിഡ്ത്തിനാണ് കൊടുത്തത്, പക്ഷേ ഇവിടെ എന്താണ് ട്രാൻസ്ഫോം ആണ് ഇവിടെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോം എന്ത് ചെയ്യണം, ഒരു 3 സെക്കൻഡ് ഈസ് എഫക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വരണം എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം, ആ എഫക്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത് വിസിബിൾ ആവും. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഇത്രയാണ് വിഡ്ത്ത് ഉള്ളത് അല്ലേ, ഇത്ര വിഡ്ത്തുള്ളൂ. മുന്നേ എത്ര ഉണ്ടായിരുന്നത്, നമ്മൾ ഇത് ഹൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എത്രയാണോ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് പ്രപ്പോർഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഡ്ത്ത് ഇവിടെ വലുതായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ വിഡ്ത്ത് നമ്മളെന്താണ് 50 പിക്സലാക്കിയപ്പോൾ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി 50 പിക്സൽ ആയിട്ടുണ്ട്.
സോ ഇനി നമുക്ക് എന്താണ് കണ്ടെയ്നറിന് ഒരു ആക്റ്റീവ് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? കണ്ടെയ്നറിന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ട്രാൻസ്ഫോം എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് എക്സ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിൽ 150 പിക്സൽ ആക്കിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ HTML എടുത്തിട്ട് കണ്ടെയ്നറിന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുകയാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയത്? ഇപ്പോൾ ഉണ്ടോ നമ്മളുടെ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ടെക്സ്റ്റ് ബോക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോറി, നമ്മൾ CSS കൊടുത്തിട്ടുള്ള എന്തിനാണെന്ന് അറിയാമോ? കണ്ടെയ്നറിലുള്ള ആക്റ്റീവ് ക്ലാസ്സിനും ഈ ബട്ടനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ കണ്ടെയ്നർ ആക്റ്റീവിനും ഫൈൻഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇതിന് രണ്ടിനും ഞാൻ എന്ത് ചെയ്യാണ്? ഒരു CSS കൂടെ അപ്ലൈ ചെയ്യാണ്. എന്താണ്? കണ്ടെയ്നർ ഡോട്ട് ആക്റ്റീവിനും ഡോട്ട് ഫൈൻഡിനും എന്ത് ചെയ്തു? അതിൻ്റെ വിഡ്ത്ത് 200 പിക്സൽ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. നേരത്തെ നമ്മൾ എന്താണ് അതിൻ്റെ വിഡ്ത്ത് 50 പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെയ്നർ ആക്റ്റീവിന് നമ്മൾ എന്ത് ചെയ്യാം? കണ്ടെയ്നറിന് നമ്മൾ എന്താണ് ഒരു ആക്റ്റീവ് ക്ലാസ് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കണ്ടെയ്നറിന് ആക്റ്റീവ് ക്ലാസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. സോ ആക്റ്റീവിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്താണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ആക്റ്റീവ് ക്ലാസ്സിനെ വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ആക്റ്റീവ് ക്ലാസ്സിന് വരുത്തുന്ന സമയത്ത് എന്താണ് ഡിഫോൾട്ടായിട്ട് അതെന്താണ് ആ ഒരു ഈസിനും ഈസൗട്ടും എന്ന് പറയുന്ന എഫക്റ്റും അവിടെ വർക്കാകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇത് ആഡ് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും ആ ഒരു ക്ലാസ് പോണതായിട്ടും വരുന്നതായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതിന് മുന്നേ അപ്പോൾ ഞാനിവിടെ ആക്റ്റീവ് കൊടുത്തു. ആക്റ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് ഒരു ബോർഡറിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബട്ടൺ ഏതാണ്? ഈ ബട്ടൻ്റെ ബോർഡർ ഞാൻ എന്ത് ചെയ്യാണ്? ബോർഡർ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 1 പിക്സൽ സോളിഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു അനിമേഷൻ നിങ്ങൾ കണ്ടോ? 1 പിക്സൽ സോളിഡ്. ഓക്കെ, ഹൈറ്റ് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഹൈറ്റ് ഞാനൊരു ജസ്റ്റ് ഒരു 37 കൊടുത്തു. 37 കൊടുക്കുമ്പോൾ 38. സോറി, ബട്ടണാണ് നമ്മളത് കൊടുക്കുന്നില്ലേ? സോറി, ബട്ടണല്ല നമുക്കത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് കൊടുക്കേണ്ടത് നമുക്ക് ബട്ടണല്ല, നമുക്ക് കൊടുക്കുന്നത് ടെക്സ്റ്റ് ബോക്സിനാണ്. ടെക്സ്റ്റ് ബോക്സ് എവിടെയാണ്? നമ്മളുടെ കണ്ടെയ്നർ ഡോട്ട് ഫൈൻഡ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. ഇതിനാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്റ്റായി. ഇപ്പോൾ നമ്മളെന്താണ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു അനിമേഷൻ എഫക്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു അനിമേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ട്രാൻസിഷനും ട്രാൻസ്ഫോം ഒക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ട്രാൻസ്ലേറ്റ് എക്സ് എന്താണ്, ട്രാൻസ്ഫോം എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ജസ്റ്റ് സംഭവമാണ്. ഈ ആക്റ്റീവിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുക, ആ ആക്റ്റീവിനെ അവിടെ ഇൻസേർട്ട് ചെയ്യുക. സോ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കറിയാം, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.